ഹായ് ഗൈസ്, വെൽക്കം ടു അനദർ വീഡിയോ. സോ 2025 പുറത്തിറങ്ങിയ ഞാൻ കണ്ട ഹോളിവുഡ് മൂവീസിൽ നിന്ന് എൻ്റെ ഫേവറേറ്റ് ലിസ്റ്റിലെ ഒരു 10 മൂവീസ് അതാണ് ഞാൻ ഈ വീഡിയോയിൽ ഇന്ന് ഷെയർ ചെയ്യാൻ പോകുന്നത്. സോ ഇതൊരു റാങ്കിങ് അല്ല. എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ മൂവീസ് ഉണ്ട് ഹോളിവുഡിൽ. കാരണം ഞാൻ വളരെയധികം മൂവീസ് കാണുന്ന ഒരാളാണ്. എല്ലാ ലാംഗ്വേജിലും മൂവീസ് കാണും. അത് ഹോളിവുഡ് ആകട്ടെ, മലയാളം ആകട്ടെ, തമിഴാകട്ടെ, ഹിന്ദി ആകട്ടെ, കന്നഡ, തെലുഗു എല്ലാ ലാംഗ്വേജിലും മൂവീസ് കാണും. സോ ഹോളിവുഡ് മൂവീസിൽ കഴിഞ്ഞ വർഷം ഞാൻ തിയേറ്ററിൽ കണ്ടതും അല്ലാതെ OTT റിലീസായി കണ്ടതും അങ്ങനെയായിട്ടുള്ള എല്ലാ മൂവീസിലും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു ലിസ്റ്റ് ഉണ്ട്. ആ ലിസ്റ്റിൽ നിന്നുള്ള 10 മൂവീസ് അതാണ് ഞാൻ ഇവിടെ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ പോകുന്നത്. ഫസ്റ്റ് മൂവി ഇൻ ദ ലിസ്റ്റ്, ലേ ഐസാക് ചങ് സംവിധാനം ചെയ്ത് 2025 വന്ന ഗ്ലെൻ പവൽ മെയിൻ ക്യാരക്ടറായിട്ട് വന്ന ട്വിസ്റ്റേഴ്സ് എന്ന മൂവിയാണ്. സോ ആ മൂവിയുടെ മെയിൻ ആയിട്ടുള്ള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ചുഴലിക്കാറ്റിനെ കുറിച്ച് ഗവേഷണം ചെയ്യാൻ പോകുന്ന ആൾക്കാർ, അല്ല അതിനകത്ത് ആ ഒരു വീഡിയോസ് ഒക്കെ എടുത്ത് വൈറലാകുന്ന ഒരു കൂട്ടം ആൾക്കാർ, അങ്ങനെയുള്ള കുറച്ച് ആൾക്കാർ ചുഴലിക്കാറ്റിൽ സംഭവിക്കുന്ന സമയത്ത് അവിടെ പെട്ടുപോകുന്നു. അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി അവർ ചെയ്യുന്ന കാര്യങ്ങൾ, അങ്ങനെയുള്ള ഒരു ഡിസാസ്റ്റർ സർവൈവൽ സ്റ്റോറിയാണ് പടം. അപ്പം ആ മൂവിയുടെ ഞാൻ കണ്ടത് ഐമാക്സിലാണ് കണ്ടത്. വളരെ അധികം ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആയിരുന്നു. എന്റെ ലൈഫിൽ തന്നെ അത്രയും ആ ഒരു ലെവലിലുള്ള ഒരു മൂവി ഞാൻ ആദ്യമായിട്ടായിരുന്നു ഐമാക്സിൽ കാണുന്നത്. ഐ മീൻ നമുക്ക് ഭയങ്കര ടെറർ ഫീലിംഗ് തരുന്ന കുറെ സീൻസ് ഒക്കെ ഉണ്ട് ആ മൂവിയിൽ. പിന്നെ ആ ഒരു ചുഴലിക്കാറ്റിന്റെ ആ ഒരു വൈഡ് ലെവലിലുള്ള ആ ഒരു ഫീലിംഗ് നമുക്ക് ആ സ്ക്രീനിൽ നിന്ന് കിട്ടുന്നത് അതൊരു വൺ ഓഫ് എ കൈൻഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. മൂവി അടിപൊളിയായിരുന്നു. ഗ്ലെൻ പോളിന്റെ ആക്ടിങ് ആണെങ്കിലും അടിപൊളിയായിരുന്നു. എല്ലാം നല്ല രീതിയിൽ പോയൊരു സ്റ്റോറിയാണ്. സ്റ്റോറിയുടെ ഫ്ലോ, എഡിറ്റിംഗ് എല്ലാം അടിപൊളിയായിരുന്നു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2025 ഫ്രം ഹോളിവുഡ്. അടുത്ത മൂവി 2025 പുറത്തു വന്ന ഡേവിഡ് ലീച്ച് സംവിധാനം ചെയ്ത ഫാൾ ഗൈ. സോ എമിലി ബ്ലന്റും അതുപോലെ റയാൻ ഗോസ്ലിംഗുമാണ് മെയിൻ ആക്ടേഴ്സ് മൂവിയിൽ. അതിൽ ആരോൺ ടൈലർ ജോൺസൺ ഒക്കെ ഉണ്ട്. ഞാൻ പുള്ളിയുടെ ഒരു വലിയൊരു ഫാനാണ്. ആ പടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കോമഡി, ആക്ഷൻ, അഡ്വഞ്ചർ ജേണറിലുള്ള ഒരു മൂവിയാണ്. സ്റ്റാർട്ടിങ് ടിൽ എൻഡ് നമ്മളിങ്ങനെ ആ സ്ക്രീനിൽ നമ്മളിങ്ങനെ ഫുള്ള് എൻജോയ് ചെയ്ത് കണ്ടുകൊണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ലെവലുള്ള ഒരു മൂവിയായിരുന്നു. ഞാൻ തിയേറ്ററിലാണ് കണ്ടത്. അതിന്റെ ആ ഒരു ഫ്ലോ, ആ പടത്തിന്റെ ആ ഒരു പേസിങ് അടിപൊളിയാണ്. ഒട്ടും തന്നെ നമ്മളെ ബോറടിപ്പിക്കാത്ത, ഒരു സീൻ കഴിഞ്ഞ് അടുത്ത സീനിൽ എന്തെങ്കിലും ഒരു ഫണ്ണി എലമെന്റ് കാണും, അല്ലെങ്കിൽ ഒരു ആക്ഷൻ എലമെന്റ് കാണും, അങ്ങനെ ആ ഒരു ലെവലിൽ പോകുന്നത്. മെയിനായിട്ട് പറഞ്ഞാൽ ഫിലിമിലെ സ്റ്റണ്ട്മെൻ ആയിട്ടുള്ള ആൾക്കാർ അവരുടെ ആ ഒരു സ്റ്റോറി അതൊരു ചെറിയ രീതിയിൽ ടച്ച് ചെയ്ത് പോകുന്നൊരു അല്ല, ചെറിയ രീതിയിലല്ല, അതാണ് മെയിൻ ആയിട്ട് ആ പടത്തിലുള്ളത്. അപ്പം അതിനുള്ള കുറച്ച് ചെറിയ ട്വിസ്റ്റ് ആൻഡ് ടേൺസ് ഒക്കെ വെച്ച് കുറച്ച് ലൈക്ക് ഇപ്പൊ ആരോൺ ടൈലർ ജോൺസൺ ഒക്കെ റോൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിപൊളിയാണ്. അപ്പം നല്ലൊരു മൂവിയായിരുന്നു. ഐ റിയലി എൻജോയ്ഡ് ദാറ്റ് മൂവി. ദാറ്റ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഇൻ 2025. നെക്സ്റ്റ് മൂവി നമ്മുടെ ഏലിയൻ ഫ്രാഞ്ചൈസിയിലെ ലേറ്റസ്റ്റ് എൻട്രി, ഏലിയൻ റോമുലസ്. അതായത് പടത്തിന്റെ സ്റ്റാർട്ടിങ്ങിലൊക്കെ ഫീൽ ചെയ്ത് ഇതെന്ത് പറ്റിയ ഒരു ലോ ബഡ്ജറ്റ് മൂവി പോലെ പോകുന്നു, അല്ലെങ്കിൽ നമ്മൾ ഹോളിവുഡിൽ ചില മൂവീസ് ഒക്കെ കാണാറുണ്ട്. അപ്പം വലിയ സ്റ്റാർസ് ഒന്നും ഇല്ലാത്തൊരു മൂവി, അതിന്റെ ഒരു സ്റ്റോറി ലൈൻ ഒക്കെ പക്ക നോർമൽ ആയിട്ട്, അല്ലെങ്കിൽ നമ്മൾ കണ്ടും അടുത്തൊരു സ്റ്റോറി ലൈൻ ഒക്കെ ഇട്ട് ആ ഒരു രീതിയിൽ ബോറിംഗിൽ പോകുന്ന ഒരു ലെവൽ നമുക്ക് ഫീൽ ചെയ്യും ഇതിന്റെ സ്റ്റാർട്ടിങ്ങിൽ. പടം കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ഒരു സ്പേസ് ഷിപ്പിലോട്ടൊക്കെ കയറുന്ന ടൈം വരുമ്പോഴത്തേനും പടം കൂടെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആവും. പിന്നെ ഒരു ക്ലൈമാക്സിനോടൊക്കെ എടുക്കുമ്പോഴത്തേക്കും നമ്മൾ സ്ക്രീനിൽ കണ്ണെടുക്കാതെ എഡ്ജ് ഓഫ് സീറ്റ് ത്രില്ലർ ആ ഒരു ലെവലിൽ പോകുന്ന പടമാണ്. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു സിനിമയാണ് 2025. തിയേറ്ററിൽ നല്ലൊരു അനുഭവമായിരുന്നു പടം. ലാസ്റ്റ് ക്ലൈമാക്സിൽ നമ്മൾ നോർമൽ നമ്മൾ ഏലിയൻ മൂവീസിലൊക്കെ കാണുന്ന ആ ഒരു എലമെന്റ് ഓഫ് സർപ്രൈസ് ഒക്കെ ഉള്ള ഒരു കുറച്ചൊക്കെ നമ്മളെ പേടിപ്പിക്കുന്ന ഒരു മൂവി. പിന്നെ പഴയ ഇറങ്ങിയ ഏലിയൻ മൂവീസുമായിട്ടുള്ള ആ ഒരു സ്ട്രക്ചർ അവരത് കീപ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പം സ്പേസിൽ പോകുന്ന ആൾക്കാർ, അവരുടെ കൂടെ ഒരു റോബോട്ട്, ആ ഒരു ലെവലിലുള്ള സ്ട്രക്ചർ അവർ കീപ്പ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു അടിപൊളി എക്സ്പീരിയൻസ് ആയിരുന്നു ആ മൂവി. ഏലിയൻ റോമുലസ് ഈസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഓഫ് 2025. സോ 2025 ലിയനാർഡോ ഡിക്യാപ്രിയോയുടെ ഒരു പടം തിയേറ്ററിൽ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാണണം എന്നൊരു ആഗ്രഹത്തിൽ പോയി കണ്ട പടമാണ്. ട്രെയിലറും ടീസറും എല്ലാം കണ്ടു കഴിഞ്ഞപ്പോൾ ഒരു ക്ലാസിക് മൂവി ആയിരിക്കും, നല്ല സ്റ്റോറി ഉള്ള ഒരു മൂവി ആയിരിക്കും. കാരണം ഡിക്കാപ്രിയോ എപ്പോഴും മൂവി ചെയ്യാന്ന് പറഞ്ഞാൽ അത്യാവശ്യം നല്ല പ്രോപ്പർ ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി ഒക്കെ ഉള്ള ഒരു പ്രോപ്പർ ക്യാരക്ടർ ആയിരിക്കും പുള്ളിക്ക് എല്ലാ മൂവിയിലും പുള്ളി സെലക്ട് ചെയ്യുന്നത്. അങ്ങനെ ഒരു സൂപ്പർ നറേറ്റീവ് ഉള്ള ഒരു മൂവി, വൺ ബാറ്റിൽ ആഫ്റ്റർ അനദർ, ഐമാക്സിലാണ് കണ്ടത്. അതിന്റെ ക്ലൈമാക്സിലോട്ട് അടുക്കുമ്പോൾ ഒരു സീനുണ്ട്. അതായത് ആ ഒരു കാർ ചേസ് സീൻ, അതിന്റെ ആ ഒരു ടെറൈനിലൂടെ ആ കാറ് പോകുമ്പോൾ അതിന്റെ ആ ഒരു ക്യാമറ ആംഗിൾ, അത് ആ സ്ക്രീനിൽ കിട്ടിയ ആ ഒരു ഫീലിംഗ്, ഇറ്റ് വാസ് വർത്ത്. അതായത് നമ്മളിപ്പം എന്താ പറയാ, ആ ഒരു സ്ക്രീനിൽ നിന്ന് കണ്ണെടുക്കാൻ തോന്നുന്ന രീതിയിലുള്ള ആ ഒരു കുറച്ച് നേരത്തെ ആ ഒരു സീൻ,
വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഈ പടം OTT-ലൊക്കെ റിലീസ് ചെയ്ത് കഴിഞ്ഞ് പലരും അതിനെ അപ്രീഷിയേറ്റ് ചെയ്ത് ഞാൻ കേട്ടായിരുന്നു. എന്നാ പോലും ഈ പടം കണ്ടിറങ്ങിക്കഴിഞ്ഞ ആ ഒരു സ്പോട്ടിൽ തന്നെ എന്റെ കൂടെ വന്ന ആളോട് ഞാൻ പറഞ്ഞു, ദാറ്റ് സീൻ വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് തിങ് ഐ എവർ സീൻ ഇൻ ഐമാക്സ്. അത്രയ്ക്ക് ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു സീനായിരുന്നു. സ്റ്റോറി ആണെങ്കിൽ പോലും പടത്തിന്റെ അടിപൊളി സ്റ്റോറിയാണ്. ഒരു കോമഡിക് ആയിട്ടുള്ള ഒരു ഫണ്ണി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു സീരിയസ് സ്റ്റോറിയുള്ള സീരിയസ് ബാക്ക് സ്റ്റോറി ഉള്ള ഒരു ക്യാരക്ടർ. അതുപോലെ തന്നെ ഒരു ചെറിയ സർവൈവൽ എലമെന്റ് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പേടിപ്പിച്ച് നിൽക്കുന്ന കുറച്ച് സീൻസ് ഒക്കെ ഉള്ള ക്ലൈമാക്സിനോട് എടുക്കുമ്പോൾ നമ്മളിങ്ങനെ ഇനിയിപ്പോ എന്താവും ആ ഒരു ത്രില്ലിംഗ് എലമെന്റ് സസ്പെൻസ് എല്ലാം ഉള്ള ഒരു മൂവി. ഇറ്റ് വാസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഓഫ് 2025. അടുത്ത മൂവി നമ്മുടെ റയാൻ കൂഗ്ലർ സംവിധാനം ചെയ്ത് 2025 മൈക്കിൾ ബി ജോർദാൻ മെയിൻ ആയിട്ട് ക്യാരക്ടറായിട്ട് വന്ന സിന്നേഴ്സ് മൂവി വന്നപ്പോഴേ നമ്മളങ്ങനെ എന്താ വലിയ ട്രെയിലർ ഒന്നും കണ്ടിട്ട് കാണാൻ എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും തോന്നിയില്ല. പക്ഷെ പടം വന്ന് അതിന്റെ റിവ്യൂസും കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിഞ്ഞപ്പം എന്നാലും ഒന്ന് കണ്ടേക്കാം എന്നുള്ള രീതിയിൽ പോയി കണ്ടു. വൺ ഓഫ് ദ ബെസ്റ്റ് സിനിമാറ്റിക് എക്സ്പീരിയൻസസ് ഐ എവർ ഹാഡ് ഫ്രം തിയേറ്റർ. ഒരു രക്ഷയില്ലാത്തൊരു മൂവി. അതൊരു ഹോളിവുഡ് മൂവിയിൽ മ്യൂസിക്കിനൊക്കെ ഒരു മെയിൻ പ്രാധാന്യം കൊടുത്തൊരു സ്റ്റോറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ ഒരു വെറൈറ്റിയാണ്. അപ്പൊ ആ ഒരു ലെവലില് അതില് ഹൊറർ എലമെന്റ്സ് എല്ലാം കൂട്ടി ഒരു വാമ്പയർ സ്റ്റോറി, അതുപോലെ നമ്മളിങ്ങനെ പിടിച്ചിരുത്തുന്ന ഒരു സ്റ്റോറി ലൈൻ, പിന്നെ വൺ ഓഫ് ദ മോസ്റ്റ് സ്റ്റൈലിഷ് ഹൊറർ മൂവീസ് എവർ ക്രിയേറ്റഡ്. ആ ഒരു ലെവല് മൈക്കിൾ ബി ജോർജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ ഏത് റോളിൽ വന്നാലും ഭയങ്കര സ്റ്റൈലിഷ് ആണ്. പുള്ളിയുടെ ആ ഒരു ഓറ, അതും ഡബിൾ റോളില്. പിന്നെ ആ പുള്ളിയുടെ കസിനായിട്ട് അഭിനയിച്ച ആ ഒരു ക്യാരക്ടർ എല്ലാം അടിപൊളിയായിരുന്നു. സ്റ്റോറി എല്ലാം അടിപൊളിയായിരുന്നു. ക്ലൈമാക്സ് ഒക്കെ വേറൊരു ലെവലിലാണ് പോയത്. നമ്മളെ വളരെയധികം ഗ്രിപ്പിംഗ് ആയിട്ടുള്ള ഒരു സ്റ്റോറി ലൈനാണ്. ഇതിപ്പം അടുത്ത മിനിറ്റിൽ എന്ത് സംഭവിക്കും നമ്മൾ നല്ലപോലെ പേടിയാവുന്ന ആ ഒരു ലെവലുള്ള ഒരു സ്റ്റോറി ലൈനാണ്. ഒരു ക്യാരക്ടേഴ്സ് എല്ലാം തന്നെ വേറെ ലെവലാണ്. കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ക്യാരക്ടേഴ്സ് ഉണ്ട്. അവരുടെയൊക്കെ ഒരു ഡീപ്പ് ആയിട്ടുള്ള ബാക്ക് സ്റ്റോറി നമുക്ക് ഫീൽ ചെയ്യുന്ന രീതിയിലാണ് ആ സ്റ്റോറി പോകുന്നത്. പിന്നെ അവരുടെ ആ ഒരു ജോയിന്റിൽ അവിടെ നടക്കുന്ന കുറച്ച് കാര്യങ്ങൾ, അതിന്റെ അകത്തുണ്ടാകുന്ന ഇത്. അപ്പൊ നമ്മൾ ഇപ്പം ചെറിയൊരു സീൻ പറയുകയാണെങ്കിൽ ഇപ്പൊ വാമ്പേഴ്സ് അകത്തോട്ട് വരുമോ, ആ ഒരു പേടി, ആ ഒരു ഭീതിയിൽ നമ്മൾ തന്നെ ഓഡിയൻസ് കണ്ടിരിക്കുന്ന രീതിയിലുള്ള ഒരു മൂവി. ആൻഡ് ദാറ്റ് വാസ് ഓൾസോ വൺ ഓഫ് ദ ബെസ്റ്റ് മൂവീസ് ഐ എവർ വാച്ച്ഡ് ഇൻ തിയേറ്റർ. ഇറ്റ് വാസ് റിയലി ഗുഡ് എക്സ്പീരിയൻസ്. മ്യൂസിക് ആവട്ടെ, ആ മൂവിയുടെ ആ ഒരു ഫ്ലോ ആവട്ടെ, ആക്ടിങ് ആവട്ടെ, സ്റ്റോറി ആവട്ടെ, ഡയറക്ഷൻ, എല്ലാം ടോപ്പ് നോച്ച്. ദാറ്റ് വാസ് വൺ ഓഫ് മൈ മോസ്റ്റ് ഫേവറേറ്റ് മൂവി, ലൈക്ക് ഔട്ട് ഓഫ് ഓൾ ദ മൂവീസ് ഐ എവർ വാച്ച്ഡ്. അടുത്ത മൂവി 2025 ഏറ്റവും ഹൈപ്പിൽ വന്ന മൂവി, ഡെഡ്പൂൾ ആൻഡ് വോൾവറിൻ. സോ അതിന് ട്രെയിലറും ടീസറും ഒക്കെ വന്ന ടൈമിൽ തന്നെ നമ്മൾ ഹൈപ്പിന്റെ കൊടുമുടിയിലായിരുന്നു. കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡെഡ്പൂൾ ഫാൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും തന്നെ ആ ഡെഡ്പൂൾ ഫസ്റ്റ് സെക്കൻഡ് ഒക്കെ കണ്ട ആ ഒരു ലെവലില് നമ്മൾ ഡെഡ്പൂളിന്റെ അടുത്ത പടം എക്സ്പെക്ട് ചെയ്തിരിക്കുകയായിരുന്നു. അപ്പൊ വോൾവറിനെയും ചേർത്തൊരു പടം എന്ന് പറഞ്ഞപ്പോൾ നമ്മൾ വേറെ ലെവൽ എക്സ്പെക്ടേഷനിലാണ് എല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കണ്ടത്. പടത്തിന്റെ സ്റ്റാർട്ടിങ് സീനില് ഡെഡ്പൂൾ ഇൻട്രോ ഉണ്ട്. ഓ വേറെ ലെവൽ. ആ ഒരു സോങ് ഒക്കെ വെച്ച് ആ ഒരു ഫൈറ്റ് സീനൊക്കെ കണ്ട് ടോപ്പ് നോച്ച്. ആ ഒരു 10 minute സീൻ അത് മതി ആക്ച്വലി നമ്മുടെ ടിക്കറ്റ് മണി വെർത്തായിട്ട് നമുക്ക് ഫീൽ ചെയ്യാൻ വേണ്ടി. അപ്പം അത് നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. അതും ഞാനൊരു ഡൈഹേർഡ് മാർവൽ ഫാനാണ്. അപ്പൊ എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്. അതിന്റെ കൂട്ടത്തില് അവരെ ടൈം ലൈൻസ്, TVA അതെല്ലാം ചേർത്തൊരു വെറൈറ്റി സ്റ്റോറി ആയിരുന്നു. അതിന്റെ അകത്ത് ഹെൻറി കാവലിന്റെ ഒരു ക്യാമിയോ കൂടെ വന്നപ്പം പടത്തിന്റെ ആ ലെവല്. പിന്നെ ഹ്യൂഗ് ജാക്ക്മാൻ, ഐ എം ബിഗസ്റ്റ് ഫാൻ ഓഫ് ഹ്യൂഗ് ജാക്ക്മാൻ. അതുപോലെ തന്നെ ഐ ലൈക്ക് റയാൻ റെയ്നോൾഡ്സ് സോ മച്ച്. പുള്ളിക്കാരന്റെ എല്ലാ പടവും ഞാൻ ഏത് പടം വന്നാലും അതിപ്പോ എന്ത് നല്ല റിവ്യൂ ആണെങ്കിലും പടം കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ ഞാൻ കുത്തിരുന്ന് കാണും. റയാൻ റെയ്നോൾഡ്സിന്റെ ആണെങ്കിലും ഹ്യൂഗ് ജാക്ക്മാന്റെ ആണെങ്കിലും പണ്ടുള്ള എല്ലാ പടങ്ങളും കാണാറുണ്ട്. സോ ഇറ്റ് വാസ് ഓൾസോ വൺ ഓഫ് ദ മോസ്റ്റ് ലൈക്ക് എന്റർടൈനിങ് മൂവീസ് ഓഫ് 2025. അത് ഞാനൊരു ടോട്ടൽ ആ തിയേറ്ററിൽ ഒരു പ്രാവശ്യം കണ്ടു. അതിന് OTT വന്നപ്പോഴും ഞാനൊരു 1-2 പ്രാവശ്യം കണ്ടു. നല്ല എത്ര പ്രാവശ്യം കണ്ടാലും നമുക്ക് ആ ഒരു മടുപ്പ് തോന്നാത്ത ഫണ്ണി എലമെന്റ്സ് ഒക്കെ ഉള്ള ഒരു അടിപൊളി മൂവിയാണ്. വൺ ഓഫ് ദ ബെസ്റ്റ് മാർവൽ മൂവീസ് ദേവ് റീസെന്റ് റിലീസ്ഡ്. അടിപൊളി പടമായിരുന്നു. ഞാൻ ഇപ്പോഴും ഓർക്കുന്നുണ്ട് ജോസഫ് കൊസിൻസ്കിയുടെ ടോപ്പ് ഗൺ മാവറിക്ക് നാട്ടിൽ തിയേറ്ററിൽ പോയി ഞാനും എൻ്റെ ഫ്രണ്ടും കൂടെ പോയി കണ്ടിട്ട്, ആളൊഴിഞ്ഞൊരു തിയേറ്ററിൽ പോയിട്ട് ഞങ്ങൾ കണ്ടിട്ട് വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ട് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ആ മൂവി കണ്ട് ഇറങ്ങി വന്നത് ഇപ്പോഴും ഞാൻ ഓർക്കുന്നുണ്ട്. അതുപോലെ തന്നെ പുള്ളിക്കാരന്റെ F1 ട്രെയിലറൊക്കെ വന്നപ്പോൾ എനിക്ക് കാണണം നല്ല ആഗ്രഹം തോന്നിയൊരു പടമാണ്. ഞാൻ തിയേറ്ററിൽ പോയി ഐമാക്സിൽ തന്നെ കണ്ടു. ഇറ്റ് വാസ് വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് ഇൻ ഐമാക്സ് ഇൻ 2025. അതുപോലെ തന്നെ വൺ ഓഫ് മൈ ഫേവറേറ്റ് മൂവീസ് ഐ എവർ വാച്ച്ഡ്.
സോ എൻ്റെ ഫേവറേറ്റ് ആക്ടേഴ്സ് ലിസ്റ്റിൽ ഒരാളാണ് ബ്രാഡ് പിറ്റ്. പുള്ളിക്കാരന്റെ ആ ഒരു സ്ക്രീനിലുള്ള ആ ഒരു ഓവറ, സ്ക്രീൻ പ്രസൻസ്, പുള്ളിയുടെ ആ ഒരു ബിൽഡപ്പ് എല്ലാം അടിപൊളിയാണ്. പുള്ളിയുടെ എല്ലാ മൂവീസിലും ആ ഒരു ഓവറ നമുക്ക് ഫീൽ ചെയ്യാം. ഇപ്പൊ പഴയ മൂവീസിലാണെങ്കിലും ലാസ്റ്റ് ഇതിന് മുമ്പ് ഇറങ്ങിയ നമ്മുടെ ഇപ്പം വൺസ് അപ്പോൺ എ ടൈം ഇൻ ഹോളിവുഡിലാണെങ്കിൽ പോലും പുള്ളിക്കാരന്റെ ആ ഒരു ഓറ അത് വേറെ ലെവലാണ്. അപ്പം ആ പടത്തിന്റെ ആ ഒരു മെയിൻ ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്രാഡ് പിറ്റ് ആണ്. പുള്ളിക്കാരന്റെ ആ ക്ലൈമാക്സിനോട് അടുത്ത് വരുമ്പോൾ ആ ഒരു ക്യാരക്ടറിന് കിട്ടുന്ന ഒരു ഹൈപ്പും ആ ഒരു ബിൽഡപ്പും അതൊക്കെ വേറെ ലെവലാണ്. നമ്മളിപ്പം മലയാളത്തിലെ മോഹൻലാൽ, മമ്മൂട്ടി അവരൊക്കെ സിനിമയിൽ കാണുമ്പോൾ കിട്ടുന്ന ഒരു ഫീൽ ഉണ്ടല്ലോ. അപ്പൊ ആ ഒരു ഫീലാണ് പുള്ളിക്കാരുടെ സ്ക്രീനിൽ കാണുമ്പോൾ നമുക്ക് കിട്ടുന്ന ഈ പടത്തില്. ഇറ്റ് വാസ് വൺ ഓഫ് ദി ബെസ്റ്റ് എക്സ്പീരിയൻസസ്. പിന്നെ പടത്തിലെ എല്ലാ ആൾക്കാരും നല്ല രീതിയിൽ പെർഫോം ചെയ്തിട്ടുണ്ടായിരുന്നു. പടത്തിൽ BGM വേറെ ലെവലായിരുന്നു. BGM ഓരോ സോങ്സും കാര്യങ്ങളും എല്ലാം അടിപൊളിയായിരുന്നു. ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക് ആയിരുന്നു. സോ വി വർ റിയലി മെസ്മറൈസ്ഡ് ബൈ വാച്ചിങ് ദിസ് മൂവി ഇൻ ദ തിയേറ്റർ. പുള്ളിക്കാരൻ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു വർക്ക് ഇറ്റ്സ് ലൈക്ക് അനദർ ലെവൽ. സോ F1 is also in my list of favorites. അടുത്ത മൂവി നമ്മുടെ ഡ്യൂൺ ഫ്രാഞ്ചൈസിയിലെ സെക്കൻഡ് ഐറ്ററേഷൻ, ഡ്യൂൺ പാർട്ട് 2. ഡ്യൂൺ ഫസ്റ്റ് ഞാൻ ഒരു എക്സ്പെക്ടേഷനും ഇല്ലാതെ തിയേറ്ററിൽ പോയി കണ്ട ഒരു പടമാണ്. അതിന് കിട്ടിയ ഒരു ഫീല് വേറെ ലെവലായിരുന്നു. അതുപോലെ തന്നെ സെക്കൻഡ് പാർട്ട് ഫസ്റ്റ് ഡേ ഫസ്റ്റ് ഷോ തിയേറ്ററിൽ പോയി സീറ്റ് ബുക്ക് ചെയ്യാൻ കുറച്ച് താമസിച്ചു പോയതുകൊണ്ട് ഏറ്റവും ഫ്രണ്ടിൽ സീറ്റിലിരുന്ന് കാണേണ്ടി വന്നു. എന്നപ്പോൾ ഐമാക്സിൽ എക്സ്പീരിയൻസ് അടിപൊളിയായിരുന്നു. എനിക്ക് വളരെയധികം ഇഷ്ടപ്പെട്ടൊരു മൂവിയാണ്, വളരെയധികം ഇഷ്ടപ്പെട്ടൊരു ഫ്രാഞ്ചൈസിയാണ്, വളരെയധികം എക്സ്പെക്ടേഷൻ ഉള്ളൊരു ഫ്രാഞ്ചൈസിയാണ്. ഇനി അടുത്ത മൂവീസ് വരുമ്പോൾ അവരത് കൊണ്ടുപോയി മാർവൽ ലെവലിലേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഇപ്പൊ ഗെയിം ഓഫ് ത്രോൺസിന്റെ ലാസ്റ്റ് സീസണൊക്കെ കാണിച്ചു വെച്ച പോലെ ഒന്നും നശിപ്പിക്കാതിരിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. ഇറ്റ് വാസ് വണ്ടർ ഓൺ ദ സ്ക്രീൻ. ഹാൻസ് സിമ്മറിന്റെ മ്യൂസിക്കിൽ ആ ഒരു പടം ആ പടത്തിന്റെ ഒരു മെയിൻ ബാക്ക് ബോൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മ്യൂസിക്കാണ്. ഓരോ സീൻസിൽ വരുന്ന ആ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്, പിന്നെ ആ ഒരു എഫക്റ്റ്, അതൊക്കെ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. അതുപോലെ തന്നെ ജേസൺ മൊമോയുടെ ക്യാരക്ടർ, ഇപ്പം ജോഷ് ബ്രോളിന്റെ ക്യാരക്ടർ, ദേ ആർ വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ്. ആൻഡ് അതുപോലെ തന്നെ ഇപ്പം ടിമോത്തി ചാലമോന്റെ ആ ആക്ടിങ്, ആ ഒരു വേൾഡ് ബിൽഡിങ്, പിന്നെ ആ ഒരു ക്യാരക്ടർ ബിൽഡിങ് ഒക്കെ വേറെ ലെവലാണ്. സെൻഡായയുടെ ഒരു ക്യാരക്ടർ എല്ലാം തന്നെ നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ഫീൽ ചെയ്യും. പിന്നെ ഫസ്റ്റ് പാർട്ടിന്റെ ആ ഒരു സ്റ്റോറിയുടെ കണ്ടിന്യൂഷൻ ആണെങ്കിൽ പോലും സെക്കൻഡ് പാർട്ട് മാത്രമായിട്ട് ഇപ്പൊ കണ്ടാൽ പോലും നമുക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് തോന്നും. ആ ഒരു ലെവലിലാണ് ആ മൂവി പോകുന്നത്. ഐ എം റിയലി വെയിറ്റിംഗ് ഫോർ ദ തേർഡ് പാർട്ട്. ആൻഡ് ഡ്യൂൺ പാർട്ട് 2 വാസ് ഓൾസോ വൺ ഓഫ് മൈ ഫേവറേറ്റ്സ് ഓഫ് 2025. നമ്മുടെ പ്രെഡേറ്റർ സീരീസ്, ഫസ്റ്റ് അർണോൾഡ് ഒക്കെ അഭിനയിച്ച ഒരു പ്രെഡേറ്റർ മൂവി ഉണ്ടായിരുന്നു. പണ്ടത് സ്റ്റാർ മൂവീസിൽ വരുമ്പോഴേ ഞാൻ ഒത്തിരി കാണുമായിരുന്നു. അതിന്റെ ക്ലൈമാക്സിൽ ഒരു ഫൈറ്റ് സീൻ ഉണ്ട്. ഇപ്പം അർണോൾഡിന്റെ ദേഹത്ത് ഫുള്ള് മഡൊക്കെ തേച്ചിട്ട് ആ ഒരു ഫൈറ്റ് സീൻ ഒക്കെ ഉണ്ട്. അടിപൊളിയായിരുന്നു. പിന്നെ ഈ പ്രെഡേറ്റർ ഇൻവിസിബിൾ ആവുന്ന സീൻസ്, അതിന്റെ ആ തോക്കിന് വെടി വരുമ്പോൾ ആ ഒരു സൗണ്ട്, ആ ഒരു എഫക്ട് ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കൊച്ചിലോട്ട് അതിപ്പോ TVയിലൊക്കെ വരുമ്പോൾ എപ്പോഴും കുത്തിരുന്ന് കാണുമായിരുന്നു. അപ്പം ഐ വാസ് എ റിയൽ ഫാൻ ഓഫ് പ്രെഡേറ്റർ സീരീസ്. അതുപോലെ തന്നെ ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ മൂവീസ് എല്ലാം ഞാൻ ബിങ് വാച്ച് ചെയ്ത് കണ്ടിട്ടുണ്ട്. അതിന്റെ ഒരു ലേറ്റസ്റ്റ് ഐറ്ററേഷൻ ആയിട്ട് വന്നതാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. സോ ഇതിന് തൊട്ടുമുമ്പായിട്ട് പ്രേ എന്ന് പറഞ്ഞൊരു പടം വന്നായിരുന്നു. അതും അടിപൊളിയായിരുന്നു. ഈ പ്രെഡേറ്റർ സീരീസിന് ഒരു റീബൂട്ട് എന്നുള്ള രീതിയിലാണ് ഇപ്പം ആ ഒരു സീരീസ് എല്ലാം വരുന്നത്. പ്രേ നല്ലതായിരുന്നു. പിന്നെ പ്രെഡേറ്റർ ഒരു അനിമേറ്റഡ് സീരീസ് അല്ല, ഒരു ആനിമേറ്റഡ് മൂവി വന്നായിരുന്നു. അതും വളരെ സെറ്റപ്പ് ആയിട്ടുള്ളൊരു മൂവി ആയിരുന്നു. അത് OTTയിലാണ് അവർ റിലീസ് ചെയ്തത്. നല്ലൊരു മൂവി ആയിരുന്നു. അതിന്റെ നെക്സ്റ്റ് ഇതായിട്ടാണ് വന്നത് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. ഒരു അടിപൊളി അഡ്വഞ്ചർ മൂവി ആയിരുന്നു. അന്ന് ഫസ്റ്റ് ടൈം ട്രെയിലർ കണ്ടപ്പോൾ ഈ പ്രെഡേറ്റർ എന്ന് പറയുന്ന ആ ഒരു ക്യാരക്ടറിനെ നമ്മള് മെയിൻ ആയിട്ട് അല്ലെങ്കിൽ ഹീറോ ആയിട്ട് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ളൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. പക്ഷെ എങ്കിൽ പോലും ഒരു ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ മൂവിയിൽ ഞാനിപ്പോഴും ആലോചിക്കുന്നുണ്ട്. അതായത് ഒരു ഏലിയൻ വേഴ്സസ് പ്രെഡേറ്റർ മൂവിയിൽ ബൈ ദ ക്ലൈമാക്സ് ടൈം ആകുമ്പോഴത്തേക്കിനും നമ്മുടെ ഹീറോയിനെ പ്രെഡേറ്റർ ഏലിയനിൽ നിന്ന് ഹെൽപ്പ് ചെയ്ത് രക്ഷിക്കുന്ന ആ ഒരു ടൈപ്പ് ഒരു സീനുണ്ട്. ആ ടൈമിൽ നമുക്ക് തോന്നിയൊരു ആ പ്രെഡേറ്റർ എന്നുള്ള ആ ക്യാരക്ടറോട് നമ്മള് തോന്നിയൊരു ഇഷ്ടമുണ്ട്. അതിനെ ഹൈപ്പ് ചെയ്യുന്ന രീതിയിൽ പുള്ളിക്കാരൻ ഒരു ഹീറോ ലെവൽ, സൂപ്പർ ഹീറോ പരിവേഷം ആ ഒരു ലെവലിൽ കൊടുക്കുന്ന ഒരു പടമാണ് പ്രെഡേറ്റർ ബാഡ്ലാൻഡ്സ്. മേക്കിംഗ് കൊണ്ടും സ്റ്റോറി ലൈൻ കൊണ്ടും VFX കൊണ്ടും എല്ലാം കൊണ്ടും അടിപൊളിയായിട്ടുള്ള ഒരു മൂവി. ഐ റിയലി ലൈക്ക് ദാറ്റ് മൂവി. തിയേറ്ററിൽ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു.
അത് 3D കണ്ടപ്പോൾ അതിൻ്റെതായ ഒരു വെറൈറ്റി എക്സ്പീരിയൻസ് കിട്ടി. പിന്നെ അതിന്റെ ആ ഒരു പ്രോപ്പർ സ്റ്റോറി, പിന്നെ ഇതിന്റെ പ്രൊഡക്റ്റിന്റെ അതായത് അതിന്റെ ബാക്ക് സ്റ്റോറി പോലെ, അല്ലെങ്കിൽ ക്ലൈമാക്സോടെ എടുക്കുമ്പോൾ ഇനി അടുത്ത പാർട്ടിലേക്കുള്ളൊരു ടെയില്, ആ ഒരു ലെവൽ അതെല്ലാം വളരെ എക്സൈറ്റിംഗ് ആയിരുന്നു. ലാസ്റ്റ് ക്ലൈമാക്സിൽ കാണിക്കുന്ന ആ ഒരു സീൻ വരെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. ഒരു സൂപ്പർ മൂവി ആയിരുന്നു. ഒരു വൈഡ് സ്ക്രീനിൽ, ഐ മീൻ വൈഡ് ലെവലിൽ നമുക്ക് കാണാൻ പറ്റുന്ന ആ ഒരു നമുക്കൊരു ഇൻട്രസ്റ്റ് വരുന്ന എഡ്ജ് ഓഫ് സീറ്റ് ത്രില്ലർ ആയിരുന്നു. Predator Badlands was also one of my favorite movies of 2025. അടുത്ത സിനിമ നമ്മൾ പണ്ട് തൊട്ടേ കേട്ടും ടി വിയിൽ സിനിമയിൽ കണ്ടും നോവലൊക്കെ വായിച്ചും കണ്ടു വളർന്ന ഒരു ഡ്രാക്കുളയുടെ സ്റ്റോറി ഉണ്ട്. പക്ഷെ ഈ സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആ ഡ്രാക്കുള അല്ല, എന്നാൽ പോലെ ആ സെയിം ക്യാരക്ടർ വെച്ച് വേറൊരു സ്റ്റോറി ഉണ്ട്, സ്റ്റോറി ലെവലുണ്ട്. നൊസ്ഫെറാറ്റു എന്ന് പറയും. അതൊരു ബുക്കാണ്. അത് കുറെ കോൺട്രവേഴ്സീസ് ഉണ്ടായി, ആ ബുക്കൊക്കെ ബാൻ ചെയ്ത് അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായതാണ്. അതുപോലെ അതിന്റെ ഒരു മൂവി അഡാപ്റ്റേഷൻ ആയിട്ട് വന്ന മൂവിയാണ് നോസ്ഫെറാറ്റു. ഇറ്റ് വാസ് ലൈക്ക് വേറെ ലെവൽ ഡ്രാക്കുള മൂവി എന്ന് പറയാം. അതിലെ ആ ഒരു ഡ്രാക്കുളയുടെ ആ ഒരു പൊട്രയല്, ആ ഒരു സ്റ്റോറിയൊക്കെ കൈൻഡ് ഓഫ് സിമിലർ ആണ്. എന്നാൽ പോലും ആ ഒരു പൊട്രയൽ അല്ലെങ്കിൽ ആ ഒരു ക്യാരക്ടറിന്റെ ആ ലുക്സ് ഒക്കെ കുറച്ച് ഡിഫറെന്റ് ആണ്. പിന്നെ കുറച്ച് ഡാർക്ക് ആയിരുന്നു മൂവി, കുറച്ച് ഡാർക്ക് ആയിട്ടുള്ള ഒരു മൂവി ആയിരുന്നു. ഐ മീൻ നമ്മൾ പേടിപ്പിക്കുന്ന കുറെ സീനുകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഡ്രാക്കുള നോവലൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന ആ ഉള്ളിൽ ഉള്ളൊരു പേടിയൊക്കെ ഉണ്ടല്ലോ, അതായത് ആ ചില സീനുകളിലേക്കൊക്കെ വരുമ്പോൾ ഇപ്പൊ എന്ത് സംഭവിക്കും എന്നുള്ളൊരു പേടിയുണ്ടല്ലോ. ആ ഒരു പേടി ഈ മൂവിയിൽ ത്രൂ ഔട്ട് നമുക്ക് കിട്ടി. സ്റ്റാർട്ടിങ് ടിൽ എൻഡ് വരെയുള്ള ആ ഒരു ക്യാരക്ടേഴ്സിന്റെ ആക്ടിങ് എല്ലാം തന്നെ അടിപൊളിയായിരുന്നു. അതുപോലെ തന്നെ സ്റ്റോറി ലൈൻ പ്രോപ്പർ ആയിരുന്നു. ക്ലൈമാക്സ് ഒക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവൽ ക്ലൈമാക്സ് ആയിരുന്നു. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ്. ഹൊറർ ജേണറിൽ ഞാൻ അങ്ങനെ മിക്ക പടങ്ങളും ഹൊറർ ജേണറിൽ വരുന്നത് ഞാൻ മിസ് ചെയ്യാതെ കാണാറുണ്ട്. എനിക്ക് ഇഷ്ടപ്പെട്ട ഹൊറർ മൂവീസിലെ വൺ ഓഫ് ദ ടോപ്പ് മൂവി എന്ന് ഞാൻ പറയും നൊസ്ഫെറാറ്റു. സോ ഇതാണ് എനിക്ക് 2025 കണ്ടതിൽ ഇഷ്ടപ്പെട്ട 10 മൂവീസ്. സോ ഈ ലിസ്റ്റിൽ ഇനിയും മൂവീസ് ഉണ്ട്. അത് വേറൊരു ദിവസം വേറൊരു വീഡിയോയിൽ ഞാൻ ഷെയർ ചെയ്യാം. സോ ഈ പടങ്ങളൊക്കെ ഇപ്പം ഓൾമോസ്റ്റ് എല്ലാം തന്നെ OTTയിൽ റിലീസ്ഡ് ആണ്. ഈ F1 ലാസ്റ്റ് മന്ത് ആപ്പിൾ ടിവിയിൽ റിലീസായി. ബാക്കി എല്ലാ മൂവീസും ഓൾറെഡി ഓരോ OTT സൈറ്റുകളിലുണ്ട്. അപ്പം എല്ലാവരും തന്നെ മൂവീസ് കാണാൻ ശ്രമിക്കുക. ഇറ്റ് വിൽ ബി വൺ ഓഫ് ദ ബെസ്റ്റ് എക്സ്പീരിയൻസസ് യു വിൽ എവർ ഗെറ്റ്. തിയേറ്ററിൽ മിസ് ചെയ്തവർക്ക് ഇപ്പോൾ OTTയിൽ അത്യാവശ്യം ടിവിയിലൊക്കെ ഇട്ട് നല്ല സൗണ്ട് സിസ്റ്റത്തോടെയൊക്കെ എല്ലാ പടവും ഒന്ന് കാണാൻ ശ്രമിക്കുക. അതിൽ പടം ഇഷ്ടപ്പെട്ടെങ്കിൽ, ഐ മീൻ വീഡിയോ കണ്ടിട്ടാണ് ആ സിനിമ കാണുന്നത്, ആ സിനിമ ഇഷ്ടപ്പെട്ടെങ്കിൽ ജസ്റ്റ് ഈ വീഡിയോയിൽ കമന്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ ആ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, പിന്നെ സപ്പോർട്ട് ചെയ്യുക. സോ ഇനി ഇതുപോലെയുള്ള വീഡിയോസ് ആയിട്ട് കാണാം. അതുവരെ ബൈ.